വാക്ക് തർക്കമൊക്കെ ഉണ്ട് രണ്ടാൾക്കാരെ തമ്മിൽ. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ അമ്മയുടെ പെരുമാറ്റമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ കാര്യം നമുക്കൊക്കെ അറിയായിരുന്നു. അവൻ്റെ പേര് ഹരി എന്നാണ്. അവൻ്റെ കാര്യമൊക്കെ നമുക്ക് അമ്മ പറഞ്ഞെല്ലാം മനസ്സിലാക്കി എല്ലാം അറിയാം. അച്ഛനടുത്ത് പറയില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. അച്ഛന് ഇച്ചിരി സംശയരോഗം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അസ്സലാമലൈക്കും. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസമാണ് ഹസീന ബീവി എന്ന് പറയുന്ന 36 വയസ്സ് പ്രായമുള്ള യുവതിയെ ഭർത്താവായ സുരേഷ് എന്ന് പറയുന്ന മനുഷ്യൻ കൈത്തറുത്ത് കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം രക്ഷപ്പെടുകയും കുറച്ച് ദൂരെയുള്ള തമിഴ്നാട്ടിൽ പോയി അദ്ദേഹം ജീവൻ ഒടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് മാത്രമല്ല സത്യം എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞിരുന്നത് നമ്മുടെ ഭർത്താവായ സുരേഷ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സംശയരോഗം മാത്രമാണ് ഈ ഹസീന ബീവിയുടെ മരണത്തിന് കാരണമായത് എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ അത് മാത്രമല്ല സത്യം. സ്വന്തം മകൾ വെളിപ്പെടുത്തുന്ന കാര്യം കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. മകൾ പറയുന്നു, അമ്മയും അച്ഛനുമായിട്ട് അഗാധമായ സ്നേഹത്തിലാണ്. അച്ഛന് അമ്മയെയും അതുപോലെ തന്നെ അമ്മയ്ക്ക് അച്ഛനെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു മാസമായിട്ട് ഹസീന ബീവിയുടെ സ്വഭാവത്തിൽ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ മകൾ വരെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഈ സംശയരോഗം തന്നെയാണ്. അച്ഛൻ അമ്മയെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ സുരേഷിൻ്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. സുരേഷ് ഇല്ലാത്ത കാലത്തൊന്നും ഈ അമ്മയെ പുറത്തിറങ്ങാൻ പോലും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ഓവർ കെയറിങ് ആണ് എന്നാണ് ഈ മകൾ പറയുന്നത്. അത് ആ സംശയരോഗമാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അത് ശരി തന്നെയാണ്. ഈ ഓവർ കെയറിങ് ആണ് ചിലപ്പോൾ നമ്മളെ തീർച്ചയായിട്ടും സംശയരോഗത്തിലൊക്കെ ആക്കുന്നത്. ഏതായാലും അമ്മ ഇതിനെല്ലാം കണ്ടുപിടിച്ച ഒരു മറുമരുന്ന് എന്ന് പറയുന്നത് ഒപ്പം പഠിച്ച ഒരു സഹപാഠിയായ ഹരി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഈ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ഷെയർ ചെയ്യുകയാണ്. ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ട്. അദ്ദേഹം വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം അമ്മ കുട്ടികളോട് പറഞ്ഞത് അച്ഛനോട് പറയരുത്. കാരണം അച്ഛന് പ്രശ്നമാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് വഴക്കും കച്ചറയും എല്ലാം ആവും. കുട്ടികൾക്കും അറിയാം. കുട്ടികൾ ഇതെല്ലാം വിചാരിച്ചിട്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നത്. പക്ഷേ അമ്മ പോയ ദിവസം മകൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിക്കും. നമുക്ക് ആ മകളുടെ വെളിപ്പെടുത്തലൊന്ന് കാണാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. അടി വഴക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വലുതായിട്ട് അടി പിടിയൊന്നും ഇല്ല. വാക്ക് തർക്കമൊക്കെ ഉണ്ട് രണ്ടാൾക്കാരെ തമ്മിൽ. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ അമ്മയുടെ പെരുമാറ്റമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ കാര്യം നമുക്കൊക്കെ അറിയായിരുന്നു. അവൻ്റെ പേര് ഹരി എന്നാണ്. അവൻ്റെ കാര്യമൊക്കെ നമുക്ക് അമ്മ പറഞ്ഞെല്ലാം മനസ്സിലാക്കി എല്ലാം അറിയാം. അച്ഛനടുത്ത് പറയില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. അച്ഛന് ഇച്ചിരി സംശയരോഗം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ 30-ാം തീയതി അമ്മ ഇറങ്ങിപ്പോയി. നമ്മൾ അറിഞ്ഞില്ല. അച്ഛൻ പെട്ടെന്നൊന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണക്കി അമ്മ പോയൊരു മെസ്സേജ് ഇട്ട ഞങ്ങൾ പറഞ്ഞു. അമ്മ അച്ഛന് ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എവിടെ പോയി കാണും. അവർ വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയില്ല, അപ്പച്ചന് വീട്ടിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഡൗട്ട് നേരെ അവൻ്റെ അടുത്താണ് പോയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ നാളുകൊണ്ട് പെരുമാറ്റവും എല്ലാം എന്ന് പറഞ്ഞാൽ അമ്മ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി എല്ലാം മാറി വന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തോളമായിട്ട് ഹസീന ബീവിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ മകൾ തന്നെ കണ്ടു തുടങ്ങിയിരുന്നു. അത് തീർച്ചയായിട്ടും പോയ സമയത്ത് തന്നെ മകൾക്ക് 100% ഉറപ്പാണ് പോയത് ഈ ഹരി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒപ്പം തന്നെ ആവാം എന്ന് മകൾ ഊഹിച്ചെടുത്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റാരുമായിട്ടും ഈ ഹസീന ബീവിക്ക് യാതൊരു ടച്ചും ഉണ്ടായിരുന്നില്ല. അച്ഛന് സംശയരോഗമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ സ്നേഹത്തിൽ തന്നെയായിരുന്നു ഇരുവരും കഴിഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് ഹസീന ബീവിക്ക് തിരിച്ച് സുരേഷ് ഏട്ടനോടും ഒരുപാട് സ്നേഹമായിരുന്നു എന്ന് തന്നെയാണ് മകൾ പറയുന്നത്. ഈ മൂന്നാമതൊരാൾ തീർച്ചയായിട്ടും ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിൽ പോയി 3 ദിവസം നിന്നത്. ആ നിന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഹസീന ബീവിയുടെ തകർത്ത് കൊല്ലുക എന്ന് പറയുന്ന വളരെ ക്രൂരമായ ഒരു പ്രക്രിയയിലേക്ക് ഈ സുരേഷിനെ എത്തിച്ചത് എന്ന് തന്നെയാണ് മകൾ പറയുന്നത്. ബാക്കി കൂടി കേൾക്കാം. അച്ഛൻ നേരെ പോയി വെള്ളം അടിച്ച് വീട്ടിൽ പോയി ടെൻഷൻ കൊണ്ട് ഒരു ദിവസം നോക്കി. നമ്മൾ 30 നമ്മൾ പരാതി കൊടുക്കുക. അത് ഉണ്ടാതിരുന്ന ഓരോ നമുക്ക് രാത്രി ഉറക്കമില്ല. അച്ഛൻ സംസാരമോടെ അച്ഛനില്ല, അതെനിക്ക് പറ്റില്ല, അച്ഛനെ ഇല്ലെങ്കിൽ ഞാൻ ചാവൂ എന്നൊക്കെ പറഞ്ഞോട്ട് കരച്ചിലും കരഞ്ഞ് എനിക്ക് ഉറക്കമില്ല. എൻ്റെ അടുത്ത്
അമ്മ വരുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത്. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്, തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നാളെ അമ്മ ഹസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറഞ്ഞോണ്ട് പിന്നെ അച്ഛൻ എന്തൊക്കെയായിരിക്കും അച്ഛൻ സംസാരിക്കുന്നത്. അവിടെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ കൊണ്ട് അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും അച്ഛൻ വിളിച്ച് ഉണർത്തി തന്നെ. അച്ഛന് ആദ്യം കൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛൻ ഉറങ്ങിയില്ല. പിന്നെ ഹസീന ബീവിയെ കാണാതായ ദിവസം 30-ാം തീയതിയാണ്. അതിനുശേഷം ഒരു ദിവസം കാത്തിരുന്നിട്ടും വരാതായപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വെള്ളമെല്ലാം അടിച്ചതിന് ശേഷമാണ് തിരിച്ചു വന്നത് എന്ന് പറയുന്നു. അതിനുശേഷം കൂട്ടുകാരോട് പോയി ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണ് ഈ സുരേഷിനോട് പറയുന്നത്, നിന്റെ ഭാര്യ ഒളിച്ചോടിയത് ഹരിയുടെ കൂടെയാണ് എന്നും തമിഴ്നാട്ടിലുണ്ട് എന്നും അവരുടെ വീഡിയോ അടക്കം അവരുടെ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന് താങ്ങാൻ വേണ്ടി സാധിച്ചില്ല എന്നാണ് മകൾ പറയുന്നത്. വെള്ളമടിച്ച് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എൻ്റെ ഹസീന ബീവി തിരിച്ചു വരില്ലെങ്കിൽ എന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല എന്ന് സ്വന്തം കുട്ടികളോട് പോലും അച്ഛൻ പറയുകയാണ്. ഉറങ്ങിയതിന് ശേഷവും മകളെ തട്ടി വിളിച്ച് മകളോട് പറയുന്നുണ്ട് ഉമ്മ വരില്ലേ എന്ന് പല ആവർത്തി ചോദിക്കുകയാണ്. അച്ഛൻ ഉറങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം അഗാധമായ സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് തുല്യം ഹസീന എന്ന് പറയുന്ന ഈ സഹോദരിയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹത്തിൽ തീർച്ചയായിട്ടും ഹസീന ഒരു വഞ്ചന കാണിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ മൂന്നാമതൊരു കക്ഷിയായി ഞാൻ പറഞ്ഞ ഈ ഹരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു കൈകടത്തൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അവർ ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കുന്നതും. അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി 3 ദിവസം നിന്നതിന് ശേഷം ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണ് എന്നും തീർച്ചയായിട്ടും കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് തിരിച്ചു വരാൻ വേണ്ടി അവർ തയ്യാറായത്. അതുകൂടി മകൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. പിന്നെ അവിടെ പ്രശ്നം കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പരാതിയിൽ പരാതിയും ഫോട്ടോയും മിസ്സിങ് ആയ 2 പേരെ ഫോട്ടോയും കാണാമെന്ന് പറഞ്ഞു. അതെടുക്കാൻ പോയപ്പോഴേക്കും പോലീസിന് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞ് മക്കളെ അമ്മേനെ വിളിച്ചിട്ട് കിട്ടി, 1-ാം തീയതി വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞെല്ലാം മനസ്സിലാക്കി പറഞ്ഞെല്ലാം പരാതിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഒരിതായി നമുക്ക് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ എലിവേഷൻ കഴിച്ചേക്കുമ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. കുറേ മിനിറ്റ് അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞു. അമ്മ വരുമെന്ന് പറഞ്ഞ് നാളെ അടിക്കാതെയൊക്കെ വരണേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മക്കളെ അമ്മ വരൂ, നമ്മളിവിടെ വരുമോ, അപ്പോൾ അവൻ്റെ കൂടെ പോവൂ എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ, നമുക്ക് അമ്മ വരും, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ഇത്രയും പേരില്ല, നമ്മളെ ഒറ്റയ്ക്കിട്ടമ്മ അമ്മ ചിലപ്പോൾ അച്ഛനടുത്ത് നല്ല അഴക്കാക്കി അതിൻ്റെ ഒരു ഇതിലായിരിക്കും പോയേ, അവൾ വരും, നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ച്. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു കോള് വരണം. 7 മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ്റെ നിന്ന് കോള് വരണം. പേറുക്കട ഹോസ്പിറ്റലിൽ സുരേഷിൻ്റെ ആരാണെന്ന് ചോദിച്ചു. മോളാണ്, പേറുക്കട ഹോസ്പിറ്റലാണ്, സുരേഷ് ഇവിടെ വന്നിട്ടുണ്ട്, എലിവേഷൻ കഴിച്ചിട്ടുണ്ട്, ആ വിഷം അടിച്ച് കളയാൻ വരണം, മെഡിക്കൽ കോളേജിൽ പോകണം. മകൾ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതിനുശേഷമാണ് അവർ പരാതിയെല്ലാം കൊടുക്കാൻ വേണ്ടി പോയത്. ആ പരാതി കൊടുത്ത സമയത്ത് പോലീസുകാർ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹസീന ബീവിയുമായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടുന്നു. 1-ാം തീയതി വൈകിട്ട് ഞാൻ വരാമെന്ന് ഹസീന ബീവി വാക്ക് കൊടുക്കുന്നു. ആ വാക്കിൻ്റെ പുറത്താണ് അവർ അവിടെ നിന്ന് തിരിച്ചു പോയത്. അതിനുശേഷവും അദ്ദേഹം വിഷമടക്കം കഴിച്ചിരുന്നു എന്നാണ് മകൾ പറയുന്നത്. പക്ഷേ മരിച്ചില്ല എന്ന് പറയുന്നു, ഛർദ്ദിക്കുന്നു, വല്ല പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടാക്കുന്നു. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവർ 2 പേരെയും അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അവിടെ വെച്ച് 2 പേരും വാക്ക് കൊടുക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല, എല്ലാം നന്നായി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് പോകുന്നതാണ് 2 പേരും. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസ വഞ്ചന താങ്ങാൻ വേണ്ടി സാധിച്ചില്ല. അന്ന് കിടന്നിട്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. ആ ഒരു പ്രശ്നം തന്നെയാണ് ആത്യന്തികമായിട്ട് അവരെ കൊല്ലുക എന്ന് പറയുന്ന വലിയ ഒരു കർമ്മത്തിലേക്ക് നമ്മുടെ ഈ സുരേഷ് എന്ന് പറയുന്ന മനുഷ്യനെ എത്തിച്ചത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ ഈ കുടുംബത്തിൽ വന്ന 3-മതൊരു വ്യക്തിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ ഓവർ കെയറിങ്ങും ഓവർ സ്നേഹവും അവസാനമായിട്ട് ഒരു സംശയരോഗം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ സുരേഷിനെ മാറ്റിമറിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഈ മകൾക്കൊരിക്കലും ഈ കൊലപാതകത്തിൽ കളവ് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അച്ഛനും മരിച്ചിരിക്കുന്നു, അമ്മയും മരിച്ചിരിക്കുന്നു. ഇനി എന്തായാലും അവർക്ക് ഒരുപോലെയാണ്. എന്നാലും ആ മകൾ പറയുന്നത് 100% സത്യമാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളായി നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.